ഒരു പ്രാവശ്യം ഒരാൾ തോറ്റതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു തോൽവി ആവാനായിട്ട് പോകുന്നില്ല. നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ താഴോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് തോൽവിയാണ്. ആ ഡയറ്റിങ്ങിലായിരുന്ന സ്ത്രീ ഒരു ദിവസം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കാൻ ഇടവരെ ചെയ്യുന്നത്. അതിനുശേഷം ആ സ്ത്രീ സ്വയം ചിന്തിക്കുക, എന്ത് ദയനീയാണ് എൻ്റെ അവസ്ഥ, എന്ത് ദുരന്താണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പലപ്പോഴും വിഷാദരോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ വിഷാദരോഗം തുടങ്ങാനും അത് നിലനിന്ന് പോകാനുമായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചിന്താവൈരുദ്ധ്യങ്ങളാണ്, അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ഇനി 9ാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ലേബലിംഗ് ആൻഡ് മിസ്ലേബലിംഗ്. അതെ, നമ്മൾ ഒരു പേര് ചേർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ലേബൽ ചെയ്ത് കൊടുക്കുക. നീ മണ്ടന, ഞാൻ തോൽവിയ, ഞാൻ അതിഗംഭീരമായിട്ടുള്ള പരാജയ, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളെയും പല ആൾക്കാരെയും ലേബൽ ചെയ്യാറുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്. ഇത് ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു ഓവർ ജനറലൈസേഷനാണ്. അതായത് ഒരു അവസ്ഥയിൽ ഒരു സമയത്ത് ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചതുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ സംഭവിച്ച കാര്യമായി തീരുന്നില്ല. അതായത് ഒരു പ്രാവശ്യം ഒരാൾ തോറ്റതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു തോൽവി ആവാനായിട്ട് പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ്റെ പിന്നിലുള്ള ആ ഫിലോസഫി എന്ന് പറയുന്നത് ഒരാൾ കാണിക്കുന്ന അബ്ദങ്ങളെ വെച്ച് അയാളെ അളക്കുക എന്ന് പറയുന്നതാണ്. അതായത് ഒരാളെന്ന് പറയുന്നത് അദ്ദേഹം കാണിക്കുന്ന അബ്ദങ്ങളാണ്. സോ അത്തരത്തിലുള്ള രീതി ശരിയാണോ? ഇനി ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ താഴോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് തോൽവിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടി തന്നെ? എനിക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു തോൽവിയായി മാറോ സ്റ്റോക്ക് കുറച്ച് താഴേക്ക് പോയാൽ? അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കൺട്രോളിലുള്ള കാര്യമാണോ? ഇത്തരത്തിൽ നമ്മൾ ലേബൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഇത് വളരെ ഇറേഷണലാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നൊരു കാര്യത്തെ വെച്ച് നിങ്ങളെ തുല്യതപ്പെടുത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് നിങ്ങളൊരു ഈറ്ററാണോ? നിങ്ങളൊരു ഭക്ഷണകാരിയാണോ? നിങ്ങൾ കുറച്ച് ശ്വസിക്കുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് നിങ്ങൾ ശ്വാസകനാണോ? അല്ല. മനസ്സിലാക്കുക, നിങ്ങളെന്ന് പറയുന്നത് ഒരു അരുവിയാണ്, അല്ലാതെ ഒരു സ്റ്റാച്ചുവോ അതായത് ഒരു പ്രതിമയോ സംഭവം ഒന്നല്ല ലേബൽ ചെയ്യാനായിട്ട്. ഇത് ഇദ്ദേഹം, ഇത് ഈ ലേബൽ, അത് ആ ലേബലെന്ന് വെക്കാനായിട്ട്. അങ്ങനത്തെ ഒരു സംഭവമല്ല നിങ്ങൾ. യു ആർ എ റിവർ. അത് ഫ്രീഡത്തോട് കൂടിയിട്ട് പല സന്ദർഭങ്ങളിലും പല രീതിയിൽ തോൽക്കുകയും ജയിക്കുകയും ഒക്കെയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വ്യത്യസ്തതകളുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ലേബൽ ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സിലൊരു നീരസവും ദേഷ്യവും ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇനി മിസ്ലേബലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് മിസ്ലേബൽ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഇമോഷണലി ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇമോഷണൽ റീസണിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ഇനാക്യുറേറ്റോ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണകൾക്ക് ആസ്പദമായിട്ടുള്ളതും ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ മിസ്ലേബലിംഗിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഡയറ്റിങ്ങിലായിരുന്നു. ആ ഡയറ്റിങ്ങിലായിരുന്ന സ്ത്രീ ഒരു ദിവസം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കാൻ ഇടവരെ ചെയ്യുന്നത്. അതിനുശേഷം ആ സ്ത്രീ സ്വയം ചിന്തിക്കുക, എന്ത് ദയനീയാണ് എൻ്റെ അവസ്ഥ, എന്ത് ദുരന്താണ്, ഞാനൊരു പന്നിക്കുട്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ അതിനുശേഷം അവൾ വളരെ അസ്വസ്ഥയാക്കിയതിന് ശേഷം അവൾ ആ മേടിച്ചിരുന്ന ക്വാർട്ടർ പാക്കറ്റ് മൊത്തം ഐസ്ക്രീം ഒറ്റയടിക്കിരുന്ന് തീർക്കുകയാണ് ചെയ്തത്. ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ സ്ട്രെസ് സെറ്റിങ് കാരണം ആ ഐസ്ക്രീം പാക്കറ്റ് മൊത്തം തിന്ന് തീർക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങളോടൊന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക് ഇത്തരത്തിലുള്ള നമ്മളുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ആ ചിന്താ വൈരുദ്ധ്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് ദോഷമായിട്ടാണ് ഭാവിക്കുക. പലപ്പോഴല്ല, എല്ലായ്പ്പോഴും ദോഷമായിട്ട് തന്നെയാണ് ഭാവിക്കുക. ഇവിടെ ആ ഡയറ്റിലായിരുന്ന സ്ത്രീ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചതിൽ പരിതപിച്ചതിന് ശേഷം ആ വേദനയിലും ആ നെഗറ്റീവ് ഇമോഷനും കൂടി ആ നെഗറ്റീവ് ഇമോഷൻ ഒഴിവാക്കാനായിട്ട് ചെയ്ത ബിഹേവിയറാണ് ആ മേടിച്ചിരുന്ന ക്വാർട്ടർ ഐസ്ക്രീമിൻ്റെ ഡബ്ബ മൊത്തം കാലിയാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിഷാദത്തെയും അതുപോലെ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കണ്ടൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും അത് കാണുക. വിഷാദം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താരീതികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടതെല്ലാവർക്കും നന്ദി. നമസ്കാരം.